സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും കൺമണിയുടെയും കൃഷിൻ്റെയും കൈകൊണ്ട് തന്നെ ഭാഗ്യശ്രീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും കൂടെ വരുണുണ്ടെന്ന് കണ്ട് കൃഷ് കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. അത് അയാളെ ഏത് ലെവലിൽ കൊണ്ടെത്തിച്ചാലും വരുണിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. കൃഷ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ വരുൺ ഇങ്ങനെയൊരു വേഷം കിട്ടുമെന്ന്. കോമാളിയും ദുഷ്ടനും ഒക്കെ ആണെങ്കിലും ഒരുപാട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇതിൽ അയാൾ ഉണ്ടാകുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നില്ല. കൃഷി അയാൾ എന്ത് ചെയ്യുമെന്നറിയില്ല. എന്തായാലും ഇനി ഒരുപാട് കാലത്തേക്ക് വാല് പൊക്കാത്ത രീതിയിൽ കണക്കിന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഭാഗ്യശ്രീക്ക് തൻ്റെ ഏട്ടൻ തന്നെ രക്ഷിക്കാൻ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിലും കൺമണിയും കൃഷും തന്നെ രക്ഷിക്കാൻ എത്തുമെന്ന് അറിയില്ലായിരുന്നു. തൻ്റെ ഏട്ടനെ മാനസിക്ക് ഒരിക്കലും കൃഷി വിട്ടുകൊടുക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കണം ഭാഗ്യശ്രീ. അതവൾക്ക് കുറച്ച് ആശ്വാസമൊന്നുമല്ലാട്ടോ കൊടുക്കുന്നത്. മാനസിക്ക് തൻ്റെ ഏട്ടനെ കിട്ടാതിരിക്കാൻ മരിക്കാൻ വരെ അവൾ ഒരുക്കമായിരുന്നുവെങ്കിലും അവളുടെ നന്മയ്ക്ക് അങ്ങനെ ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല. അതാണ് കൃത്യസമയത്ത് കൃഷ്ണ ബലരാമൻ്റെ അടുത്താൻ എത്താൻ കഴിഞ്ഞതും ഭാഗ്യശ്രീയെ രക്ഷിക്കാൻ കഴിഞ്ഞതും. എത്രയൊക്കെ മാനസിക തിരിച്ചടി കിട്ടിയാലും ജയിലിൽ വരെ കിടന്നിട്ടും അതൊന്നും പോരാതെ ഇനിയും കൂടുതൽ അനുഭവിക്കാൻ വേണ്ടി മാനസ ദുഷ്ടതരങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. നിറഞ്ഞ സന്തോഷത്തിലാണ് മാനസ. വൈകിയാണ് എങ്കിലും തൻ്റെ ലക്ഷ്യങ്ങൾ കയ്യെത്തിപ്പിടിക്കാവുന്ന തരത്തിൽ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും തനിക്കത് നഷ്ടപ്പെടാനും പോകുന്നില്ല. അത് തനിക്ക് നേടിത്തരാൻ പാകത്തിന് സ്ട്രോങ് ആയ ആൾക്കാർ തനിക്ക് ഒപ്പമുണ്ട്. ബലരാമനെ പോലെ ഒരാൾ കൂടെയുള്ളപ്പോൾ തനിക്ക് എന്തും ചെയ്യാം. ഇനി അധികം വൈകാതെ അലിക തൻ്റെ കാൽക്കീഴിലെത്തും. എത്തിക്കണം എനിക്ക്. ആ കൺമണിയെ ഞാൻ എൻ്റെ കാൽക്കീഴിൽ കൊണ്ടിട്ട് ചവിട്ടി മെതിക്കും ഞാൻ എന്ന ദിവാസ്വപ്നം കണ്ട് കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങുകയാണ് മാനസ. അതീവ ദുഃഖിതനായിട്ട് തൻ്റെ പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ കടും കൈ ചെയ്യാനായിട്ട് ബലരാമനും രജിസ്റ്റർ ഓഫീസിലെത്തുന്നുണ്ട്. അവിടെ ജയമോഹനും ഹേമയും അതീവ സന്തോഷത്തോടെ അയാളെ സ്വീകരിക്കുന്നു. മാനസിയോട് സുമിത്ര രജിസ്റ്റർ ഓഫീസിലെല്ലാം റെഡിയായിട്ടുണ്ട്, അവിടെയെല്ലാം നമ്മുടെ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. തൻ്റെ മകൻ ആപത്തിൽ ചെന്ന് ചാടരുത് എന്ന് ഉദ്ദേശിച്ച് സാഗർ അയാളെ വിളിച്ച് കഴിവതും പറയുന്നുണ്ട്. എല്ലാവരെയും വിഷമിപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ബലരാമൻ്റെ മട്ടും ഭാവവും കണ്ട ഹേമയാണെങ്കിൽ ബലരാമനെ എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഹേമ നിങ്ങളിത് ചോദിക്കുമെന്ന്, പക്ഷേ അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. ബലരാമനാണെങ്കിൽ സാഗറിനോട് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. അയാൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ മാനസിയെ ബലരാമനെ താലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ കൃഷ് ഓടിയെത്തി ആ കൈക്ക് കയറി പിടിച്ച് താലി വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൽ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്